സദ്യയിൽ പൊതുവെ കാണുന്ന ഒരു ഡിഷാണ് ഇത്, സോയ ഡ്രൈ ഫ്രൈ. അപ്പോൾ പ്രിപ്പറേഷൻ നോക്കിയാലോ. ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് സോയ ചങ്ക്സും കൂടെ ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കോരി മാറ്റി തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ചൂടൊന്ന് ആറുമ്പോഴത്തേക്കും വെള്ളം പോകുന്നത് വരെ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പാൻ ചൂടാക്കി അതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കടുക്, പെരുംജീരകം, വറ്റൽമുളക് ഇത് മൂന്നും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ മൂത്ത് വരുമ്പോഴത്തേക്കും നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടു വന്നാൽ നീളത്തിന് അരിഞ്ഞിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത മണം മാറുമ്പോഴത്തേക്കും തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി എണ്ണ തെളിയുമ്പോഴത്തേക്കും പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും എടുത്തു വച്ചിരിക്കുന്ന സോയയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സോയയും മസാലയും നല്ലതുപോലെ മിക്സായി സോയിലോട്ട് പിടിക്കണം. അതെല്ലാം ഈ വീഡിയോയിൽ കാണിക്കും പോലെ തന്നെ ഇടവിട്ട് ഇളക്കി കൊടുത്ത് ഈ സോയ നല്ലതുപോലെ ഡ്രൈ ആവുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ ചതച്ച മുളകും 1/4 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ തൂവി നല്ലതുപോലെ മിക്സ് ചെയ്ത് വാങ്ങി വയ്ക്കാം. സോയ നല്ലതുപോലെ ഡ്രൈ ആയി അതിനുള്ളിലുള്ള വെള്ളമെല്ലാം വറ്റി നല്ല മസാല കോട്ട് ചെയ്യുമ്പോൾ മാത്രമേ വാങ്ങി വെക്കാവുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ചപ്പാത്തിയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായം പറയട്ടെ, ഇത് ചോറിനൂടെ കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദാണ്.